ചെലവ് കുറയ്ക്കുക എന്നുള്ളത് ഇതിൻ്റെ അനേക ഘടകങ്ങളിൽ ഒന്ന് മാത്രമാണ്. അതല്ല അതിൻ്റെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് എന്ന് പറയുന്ന സംഭവം ഉള്ളത്. നോക്കൂ, ഇവിടെ ഈ രാജ്യത്ത് ഈ വർഷത്തിലെല്ലാ സമയവും മിക്കവാറും രാജ്യത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ ഭാഗത്ത് എപ്പോഴും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങൾ നിലവിലുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങൾ നിലവിലുള്ള സമയത്ത് സർക്കാർ ഗവൺമെന്റിന് ജനക്ഷേമകരമായ പ്രഖ്യാപനങ്ങൾ നടത്താൻ കഴിയില്ല, പദ്ധതികൾ പ്രഖ്യാപിക്കാൻ കഴിയില്ല, നടപ്പാക്കാൻ കഴിയില്ല, ഇതൊന്നും കഴിയില്ല. ഇങ്ങനെ ഈ രാജ്യത്ത് ഇതൊരു വലിയ പ്രശ്നം. ഇതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയൊരു പ്രശ്നം. രാംനാഥ് കോവിന്ദിന്റെ റിപ്പോർട്ടിൻ്റെ അകത്ത് ഒരു പ്രധാന നിരീക്ഷണം നിങ്ങൾ ശ്രദ്ധിക്കണം. അദ്ദേഹം പറഞ്ഞത് ഈ പദ്ധതി നടപ്പാക്കുകയാണെങ്കിൽ രാജ്യത്തിന്റെ GDP ഗ്രോത്ത് 1 മുതൽ 1.5% വരെ ഈ ഒരൊറ്റ തീരുമാനം കൊണ്ട് വർദ്ധിക്കും. അത് വെറുതെ ഇരുന്ന് അദ്ദേഹത്തിന് ഈ ഉണ്ടോണ്ടിരുന്ന നായർ ഉൾവിളി തോന്നിയ മാതിരിയല്ല. വളരെ വിശദമായ പഠനങ്ങൾക്ക് ശേഷം സമർപ്പിച്ച റിപ്പോർട്ടാണത്. വളരെ ശക്തമായ ഒരു നിരീക്ഷണം, പ്രധാനപ്പെട്ട നിരീക്ഷണമാണത്. പിന്നെ മറ്റൊന്ന്, ഈ നാട്ടിൽ ഇങ്ങനെ ആയിരുന്നല്ലോ ജനീഷേ, അല്ലേ? ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് മുതൽ 1967 വരെ ഈ രാജ്യത്ത് ലോക്സഭയും നിയമസഭാ തെരഞ്ഞെടുപ്പുകളും ഒരുമിച്ചായിരുന്നല്ലോ നടന്നിരുന്നത്. അത് ഇനി മറ്റൊരു കാര്യം, ശ്രീ ബഹുമാനപ്പെട്ട സമ്പത്ത് ഓർക്കണം. ഈ ഇവിടെ അതുപോലെ ശ്രീ സേനാപതി വേണു ഇവിടെ പറഞ്ഞു, പല പ്രാവശ്യം കേന്ദ്ര സർക്കാർ സംസ്ഥാന ഗവൺമെന്റുകളെ പിരിച്ചുവിടേണ്ടി വന്നിട്ടുണ്ട്. ഇത് മുഴുവൻ ചെയ്തത് ആരാണ് സാർ? എന്തിനാണ് ഈ നാട്ടിലെ വെറും രാഷ്ട്രീയ താല്പര്യങ്ങൾ വെച്ച് ചെറുപറ ഇവിടെ ഈ ആർട്ടിക്കിൾ 356 എടുത്ത് തലങ്ങും വിലങ്ങും വീശാൻ തുടങ്ങിയപ്പോഴാണ് ഈ ഇവിടെ നിലവിലുണ്ടായിരുന്ന 1 നേഷൻ 1 ഇലക്ഷൻ എന്ന ആ സിസ്റ്റം അട്ടിമറിക്കപ്പെട്ടത്, മാറിപ്പോയത്. അതിന്റെ ആദ്യത്തെ വിക്ടിം എനിക്ക് തോന്നുന്നു ആർട്ടിക്കിൾ 356 ഉപയോഗിച്ച ആദ്യത്തെയോ അല്ലെങ്കിൽ രണ്ടാമത്തെയോ നിങ്ങളുടെ സർക്കാരാണ് സമ്പത്ത് സഖാവെ. EMSന്റെ സർക്കാരിനെതിരെയാണ് ഇവർ ആദ്യം ഇത് പ്രയോഗിച്ചത്. അങ്ങനെ ഇങ്ങോട്ട് വന്ന ഇനി ബഹുമാനപ്പെട്ട സമ്പത്തിനെ മറ്റൊന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. 1991 നിയമസഭാ തെരഞ്ഞെടുപ്പ് സമ്പത്തിന് ഓർമ്മയുണ്ടോ? സഖാവിന് ഓർമ്മയുണ്ടോ? 87 അധികാരത്തിൽ വന്ന EK നയനാർ സർക്കാരിന് 92 വരെ കാലാവധി ഉണ്ടായിരിക്കെ 91 ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സൗകര്യമായിരിക്കുമല്ലോ, ചെലവ് കുറവായിരിക്കുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് 1 വർഷം കാലാവധി ബാക്കി നിൽക്കെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം നടത്തിയ പാർട്ടികളാണ് ഇവര്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു അത് നടത്തിയത്? ആലോചിച്ച് നോക്കുക. 1 വർഷം ബാക്കി നിൽക്കുകയാണ്, 1 വർഷം മുഴുവനും ബാക്കി നിൽക്കുകയാണ്. അവർ നിയമസഭ പിരിച്ചുവിട്ട്, സ്വയം പിരിച്ചുവിട്ട്, ആരും പറഞ്ഞിട്ടല്ല, സ്വയം പിരിച്ചുവിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം നടത്തിയത്. അങ്ങനെ ഇപ്പം അതേപോലെ മറ്റൊന്ന് ഇവിടെ ശ്രീമാൻ സേനാപതി വേണു പറഞ്ഞു, ഇത് BJPക്ക് ഒരു എഡ്ജ് ഉണ്ടാവാൻ. കാര്യം ഇപ്പം നരേന്ദ്രമോദി മുമ്പിൽ നിൽക്കുന്നു, അല്ലെങ്കിൽ അവർക്കൊരു മേധാവിത്വമുണ്ട്, ആ മേധാവിത്വത്തിനെ മുതലെടുക്കാൻ വേണ്ടിയിട്ടാണ്, അങ്ങനെ ഒരു ചിന്തയിൽ നിന്നാണ് എന്നാണ് എൻ്റെ സേനാപതി വേണു. അപ്പം നിങ്ങൾക്ക് നിങ്ങളിൽ വിശ്വാസമില്ലേ? നിങ്ങളുടെ നേതൃത്വത്തിനെ നിങ്ങൾക്ക് വിശ്വാസമില്ലേ? നരേന്ദ്രമോദിക്ക് എഡ്ജ് ഉണ്ടാകാമെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് എഡ്ജ് ഉണ്ടായിക്കൂടെ? നിങ്ങളുടെ നേതൃത്വത്തിന് എഡ്ജ് ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റിയൊക്കെ പോയോ? ഈ രാജ്യത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ എല്ലാവർക്കും തുല്യ അവസരമാണ്. പിന്നെ ഈ ബഹുമാനപ്പെട്ട സമ്പത്തും പ്രിയപ്പെട്ട സുഹൃത്ത് സേനാപതി വേണു ഇവിടെ എടുത്തെടുത്ത് പറയുന്നത്, രാജ്യം നേരിടുന്ന വളരെ നീറുന്ന പ്രശ്നങ്ങളിൽ നിന്ന് ചർച്ചകൾ വഴിതിരിച്ചു വിടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ അജണ്ടയുമായി വന്നിരിക്കുന്നത് എന്ന്. തീർച്ചയായും ആ രാജ്യം നേരിടുന്ന നീറുന്ന പ്രശ്നങ്ങളെ ജനങ്ങളുടെ ഇടയിൽ ചർച്ചാ വിഷയമാക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കില്ലേ? ശരി, നിങ്ങളുടെ ഒരു വാദത്തിന് വേണ്ടി ഞാൻ സമ്മതിക്കുന്നു, കേന്ദ്ര സർക്കാരിന് അങ്ങനെ ഒരു ഉദ്ദേശമുണ്ട്. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ഈ ശക്തമായ കൂട്ടായ്മകൾക്കും നിങ്ങളുടെ ജനസ്വാധീനത്തിനും ഒക്കെ ഈ വിഷയങ്ങളെ മറികടന്നുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന വിഷയങ്ങളെ ജനങ്ങളുടെ ഇടയിൽ ചർച്ചാ വിഷയമാക്കാൻ നിങ്ങൾക്ക് കഴിയില്ലേ? അത് നിങ്ങൾക്ക് കഴിയുന്നില്ല എങ്കിൽ അത് നിങ്ങളുടെ ദൗർബല്യമാണ്. അപ്പോ ഞങ്ങൾക്ക് ഇങ്ങനൊക്കെ കുറെ ദൗർബല്യമുണ്ട്, അതുകൊണ്ട് കേന്ദ്ര സർക്കാർ അവർക്ക് ഇത് കിട്ടുന്ന ഒന്നും മിണ്ടാൻ പാടില്ല എന്നൊക്കെ പറയുന്നതിൻ്റെ അകത്ത് ന്യായമില്ല. അതുകൊണ്ടേ ഇവിടെ നിലവിലുണ്ടായിരുന്ന ഒരു വ്യവസ്ഥ,
വളരെ വിജയകരമായി നടന്നിരുന്ന ഒരു വ്യവസ്ഥ. ആ വ്യവസ്ഥ ഇവർ അട്ടിമറിച്ച് ഇവർ അത് ദുരുപയോഗം ചെയ്ത് ഈ ഭരണഘടനയുടെ എല്ലാ മൂല്യങ്ങളെയും ചവിട്ടി മെതിച്ചുകൊണ്ട് കാറ്റിൽ പറത്തിക്കൊണ്ട് ഇത് നാനാവിധമാക്കി കഴിഞ്ഞ് അത് വീണ്ടും ആ സിസ്റ്റത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഈ സർക്കാർ ഇങ്ങനെ ഒരു സർക്കാർ ശ്രമിക്കുമ്പോൾ എന്തിനാണ് നിങ്ങൾ ഈ കിടന്ന് ബഹളം വെക്കുന്നത്? അപ്പം ഈ ഇഷ്ടമില്ലാത്തച്ച് തൊട്ടതെല്ലാം കുറ്റം എന്ന് പറഞ്ഞതുപോലെ ഇത് ഒരു വലിയ അതൊന്ന് നരേന്ദ്രമോദി ഇത് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം ഒരു കാരണം. അത് മാത്രമല്ല, തീർച്ചയായും സേനാപതി വേണു ഭയപ്പെടുന്നത് പോലെ ഇതിൻ്റെ ശരിയായ ഒരു അഡ്വാൻറ്റേജ്, അതിൻ്റെ ആ പ്രയോജനം ജനങ്ങൾക്ക് ഫീൽ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ തങ്ങൾ വീണ്ടും ഓൾറെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് ചിത്രത്തിൽ. അവർ കൂടുതൽ ഒന്നുമല്ലാതായി ആകുമോ എന്നുള്ള ഭയം, ഇതൊക്കെ കൂടെയാണ് ഇവരെ ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചിരിക്കുന്നത്. ഇപ്പം CPM അവസ്ഥയും വ്യത്യസ്തമൊന്നുമല്ല. കാര്യം ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറെക്കുറെ പ്രസക്തി ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് ആണ് CPM പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം ബഹുമാനപ്പെട്ട സമ്പത്ത് ഓർക്കണം, 1971 വരെ ഇന്ത്യയിലെ പ്രധാന പ്രതിപക്ഷം ആരായിരുന്നു സഖാവേ? ആരായിരുന്നു? താങ്കൾക്കറിയാം, ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളായിരുന്നു ഇന്ത്യയിലെ പ്രധാന പ്രതിപക്ഷം എന്ന് പറയുന്നത്. ആ ഇന്ത്യയിലെ ആ പ്രധാന പ്രതിപക്ഷമായിരുന്ന ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇന്നത്തെ അവസ്ഥ എന്താണ്? ഇവിടെ 2-3 സംസ്ഥാനങ്ങളിൽ അതിശക്തമായി ഭരണം വരെ ഉണ്ടായിരുന്നു. ആന്ധ്രാപ്രദേശിലും മഹാരാഷ്ട്രയിലുമൊക്കെ ഭരണത്തിന്റെ വക്കുവരെ എത്തിയിരുന്നു. അതുപോലെ ബീഹാറിൽ അതിശക്തമായ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഇതൊക്കെ ഉണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് ഈ കേരളം എന്ന് പറഞ്ഞ ഒരു തുരുത്തിൽ മാത്രമാണുള്ളത്. ബാക്കിയുള്ളിടത്തൊക്കെ ഈ സോണിയാഗാന്ധിയുടെ കോൺഗ്രസിന്റെ അടുക്കളപ്പുറത്ത് വിറക് വെട്ടിയും വെള്ളം കോരിയും അവർ ദയാവായ്പോടെ എറിഞ്ഞു തരുന്ന ആ സീറ്റുകൾ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക്, ആ സാന്നിധ്യമേ ഉള്ളൂ നിങ്ങൾക്ക്. ഇത് കൂടുതൽ ഭീകരമായ, ഇതും കൂടി ഇല്ലാതാകുന്ന ഒരവസ്ഥ ഭയാനകമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഞാൻ അതിനെ നിഷേധിക്കുന്നില്ല. ആ അവസ്ഥയെ ഇതെല്ലാം കൂടി വരുമ്പോഴാണ് ഈ പ്രശ്നം. ഒറ്റ കാര്യം കൂടെ പറഞ്ഞു നിർത്താം. അതേപോലെ ഇത് ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ ദേശീയ രാഷ്ട്രീയ സാന്നിധ്യമുള്ള പാർട്ടികൾക്ക് എന്തോ എഡ്ജ് കൂടുതൽ കിട്ടും, അതുകൊണ്ടാണ് ചെയ്യുന്നതെന്ന് പറയുന്നത്. ഒരിക്കലും ഒരു കാരണവശാൽ നമ്മുടെ 75 വർഷം പിന്നിട്ട നമ്മുടെ ജനാധിപത്യ സംവിധാനത്തെയും ജനങ്ങളുടെ ജനാധിപത്യ ബോധത്തെയും പരിഹസിക്കരുത്. അതൊക്കെ മനസ്സിലാക്കാനുള്ള ബോധം ഇവിടെയുണ്ട്. ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ നോക്കൂ, 1957 കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇവിടെ അസംബ്ലിയിലേക്ക് ജയിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. എന്നാൽ ലോക്സഭയിലേക്ക് മുൻതൂക്കം കിട്ടിയത് കോൺഗ്രസിനുമാണ്. ഇങ്ങനെ ഇഷ്ടംപോലെ ഉദാഹരണങ്ങൾ ഈ നാട്ടിലുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് ജനങ്ങളുടെ മുഖത്ത് നോക്കി പരിഹസിക്കരുത്.